ബിഗ് ബഡ്ജറ്റ് സംഭവം ആ ഒരു ഫീൽ കിട്ടി. സംഭവം അടിപൊളി. എല്ലാം കൊണ്ടും ഒരു പക്കാ തിയേറ്റർ വാച്ച് തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്സ് മാത്രം മതി പൈസ മുതലാവാനായിട്ട്. ഹോളിവുഡ് സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രതീതിയുണ്ട്. ശിവരാജ് കുമാർ നല്ലതായിരുന്നു. മറ്റേ ജയിലറിൽ ലാസ്റ്റ് കണ്ടതുപോലെ പിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2024 തമിഴിൽ നിന്നുള്ള മാസ് ആക്ഷൻ സംഭവം ധനുഷ് ഇന്നാൻഡ് ആസ് ക്യാപ്റ്റൻ മില്ലർ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. സിനിമ കണ്ടവരെല്ലാം ഔട്ട് ഓഫ് 5 നിങ്ങൾ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സിനിമകളുടെ എല്ലാം റിവ്യൂസ്, ജെന്യുവൻ റിവ്യൂസ് ഏറ്റവും ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നേരെ ക്യാപ്റ്റൻ മില്ലർ റിവ്യൂ. പൊളിപ്പടം, അടിപൊളി പടം. നല്ല കിടിലൻ ആക്ഷൻ. അരുൺ മാതേശ്വരനെ അറിയാമല്ലേ, പുള്ളി ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പ്രൊവോക്കേറ്റ് ചെയ്യുന്നൊരു ത്രെഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് അടിപൊളി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ജോണറാണ്? ഒരു മാസ് ആക്ഷൻ ആണോ അതോ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ? പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ കൂടുതലും മാസ് ആക്ഷൻ തന്നെയാണ് പ്രാധാന്യം. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും അത് നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുള്ള് നമ്മൾ ആ ഒരു വേൾഡിൽ തന്നെ പോകും. ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. കറക്റ്റായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് സംഭവം ആ ഒരു ഫീൽ കിട്ടി. സംഭവം അടിപൊളി. അത് നല്ല രസമുണ്ട്. ആ ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള തിയേറ്റർ വാച്ച്. പിന്നെ ഫൈറ്റിങ്സ് ഒക്കെ പക്ക ഒരു രക്ഷയില്ലാത്ത മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെ. ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ എത്രത്തോളം മിക്സ് ആയിട്ടുണ്ട് ആ ഒരു സ്റ്റോറിയായിട്ടൊക്കെ? എല്ലാം കൊണ്ടും ഒരു പക്ക തിയേറ്റർ വാച്ച് തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്സ് മാത്രം മതി പൈസ മുതലാവാനായിട്ട്. പക്ക ധനുഷിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ധനുഷ് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് സർപ്രൈസിങ് എലമെന്റ് ഉണ്ട്. അന്നേരം വളരെ നല്ല രീതിയിലുള്ളൊരു നല്ല രീതി എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് വെച്ചാൽ നല്ല, പിന്നെ അയാളെ ഫിഗർ തന്നെ ഒരു പ്രത്യേക ലുക്ക്. ധനുഷ് പൊളിച്ചു, ധനുഷ് അടിച്ച് പൊളിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡയറക്ഷൻ അപാരമായിട്ടോ. ഓക്കെ, പ്രതീക്ഷയ്ക്കുള്ളതുണ്ട്. പിന്നെ അരുൺ മാത്യൂഷറിൻ്റെ മുൻപുള്ള പടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, പക്ഷെ എന്നാലും കൊള്ളാം. നമ്മളെ ശിവരാജ് കുമാറും അതുപോലെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഹൈപ്പ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടോട്ടലി ചോദിച്ചാൽ ശിവരാജ് കുമാർ നല്ലതായിരുന്നു. മറ്റേ ജയിലറിൽ ലാസ്റ്റ് കണ്ടതുപോലെ പിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റി. അതേപോലൊരു ലാസ്റ്റ് ഒരു അങ്ങനെ ഒരു ട്രീറ്റാണ്. പിന്നെ ധനുഷ് പറയുകയാണെങ്കിൽ ധനുഷിനെ ഒന്നും പറയില്ല. ധനുഷിൻ്റെ പെർഫോമൻസ് ആ ഒരു രീതിക്കായിരുന്നു. തിയേറ്റർ വാച്ച് എങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസ് പടത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം. തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് പടം കണ്ട ഫീലാണ്. ഇതിൻ്റെ VFX വർക്കും എല്ലാം കാണുമ്പോൾ ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തോരം ഭേദമാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു ലെവലിലുണ്ട് പടം മേക്ക് ചെയ്ത് വെച്ചേക്കുന്ന. നല്ലൊരു ക്വാളിറ്റി വൈസ് മ്യൂസിക് ആയാലും GV പ്രകാശിൻ്റെ നല്ലൊരു വർക്ക് കാണാം. ഒരു റെവല്യൂഷണറി ഡ്രമാറ്റിക് സിനിമയാണ്. എൻജോയ് ചെയ്ത് നല്ല എങ്ങനെയാണ് മാസ് ആക്ഷൻ? രക്ഷയില്ല. ലാസ്റ്റ് ആ സ്റ്റോറിയും കഥയും ഇതൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ലാഗൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ലാഗായിട്ടൊന്നും വരുന്നില്ല. സിനിമ കൊള്ളാം. ഒരു ഹോളിവുഡ് സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രതീതിയുണ്ട്. എങ്ങനെയാണ് യുദ്ധവും ആക്ഷനും ഒക്കെ ആയിട്ട്? ആക്ഷൻ നല്ല. ധനുഷിനെ സംബന്ധിച്ച് ധനുഷിന്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ തിയേറ്റർ കത്തിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ക്യാപ്റ്റൻ മില്ലർ. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.